നമസ്തേ. ക്ഷേത്രായനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ബാല്യത്തിൽ ഞങ്ങളൊക്കെ പിച്ചവച്ച് നടന്ന ഒരു അമ്പലമുണ്ട്. ഞങ്ങളുടെ കുടുംബക്ഷേത്രം പേയാടിനടുത്തുള്ള ചീലപ്പാറ അലകുന്ന ക്ഷേത്രമാണ്. ഇന്ന് ആ ക്ഷേത്രത്തിൽ മേടപ്പുണർദത്തിന് ഉത്സവമാണ്. ആ ക്ഷേത്രത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ അലകുന്നം ദേവീ ക്ഷേത്രം. തിരുവനന്തപുരം ജില്ലയിലെ പേയാടിനടുത്തുള്ള ചീലപ്പാറയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 3 തിരുനടകളുള്ള 3 ദേവിമാർ തുല്യ പ്രാധാന്യത്തോടെ വാണരുളുന്ന അത്യപൂർവമായ ക്ഷേത്രമാണ് ശ്രീ അലകുന്നം ദേവി ക്ഷേത്രം. പണ്ടിവിടെ കൊട്ടിയമ്പലവും പടിപ്പുരയും വടക്കതും തെക്കതും പത്തായപ്പുരയും വലിയ മുറ്റവുമൊക്കെയായി ഒരു വലിയ വീട് ഉണ്ടായിരുന്നു, ലാവർത്തല വീട്. ഇവിടെ തെക്ക് പടിഞ്ഞാറായി ഒരു മുറിയുണ്ടായിരുന്നു. കന്നിമൂലയിലെ ആ മുറിയിലാണ് ദേവിയെയും മറ്റുഗ്രമൂർത്തികളെയും വച്ച് പൂജിച്ചിരുന്നത്. പിന്നീട് ദേവിയെ ആവാഹിച്ച് പുതിയ തെക്കത് പണിതു. ഇന്ന് ജീവിച്ചിരിക്കുന്ന തലമുറയിലെ ശ്രീമാൻ അപ്പു അവറുകളുടെയും ശ്രീമതി ശാന്തമ്മയുടെയും പിതാവാണ് ഈ തറവാട്ടിലെ അവസാന സിദ്ധയോഗി. അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം കുടുംബാംഗമായ ശ്രീ മാധവൻ അവറുകളുടെ നേതൃത്വത്തിലായിരുന്നു ക്ഷേത്രപൂജകൾ നടന്നു വന്നിരുന്നത്. പുതിയ തലമുറ ക്ഷേത്രത്തിന്റെ പൂജാതി കാര്യങ്ങൾ ഏറ്റെടുത്ത് ദേവപ്രശ്നം നടത്തുകയും ക്ഷേത്രത്തിൽ ഭദ്രകാളി അമ്മയും ദുർഗാദേവിയും യക്ഷിയമ്മയുടെയും സാന്നിധ്യം നിലനിൽക്കുന്നു എന്ന് തെളിയുകയും ചെയ്തു. തുല്യ പ്രാധാന്യത്തോടുകൂടി 3 ദേവതകൾക്കും ക്ഷേത്രം പണിയണമെന്നും ദേവപ്രശ്നം വിധിച്ചു. കുടുംബാംഗങ്ങളുടെയും നാട്ടുകാരുടെയും സഹായത്താൽ ക്ഷേത്രം പുതുക്കി പണിയുകയും ചെയ്തു. സർവശ്രീ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ അവറുകളാണ് ക്ഷേത്ര പുനഃപ്രതിഷ്ഠാ കർമ്മങ്ങൾക്ക് തിരിതെളിയിച്ചത്. മേടമാസത്തിലെ പുണർദ നക്ഷത്രത്തിലാണ് ക്ഷേത്ര ഉത്സവം നടക്കുന്നത്. പുലർച്ചെയുള്ള ഗണപതി ഹോമത്തോടെയാണ് ഉത്സവത്തുടക്കം.
എല്ലാ വർഷവും വിട്ടിയം ശ്രീഭദ്ര ഭാഗവത സംഘത്തിന്റെ നേതൃത്വത്തിൽ ദേവി ഭാഗവത പാരായണവും ക്ഷേത്രത്തിൽ നടത്തിവരുന്നു. ആയില്യപൂജയ്ക്ക് ശേഷം ക്ഷേത്രോത്സവത്തിന്റെ പ്രധാന ചടങ്ങുകളിൽ ഒന്നായ പൊങ്കാല സമർപ്പണം പണ്ടാരയടുപ്പിൽ തീ പകർന്നുകൊണ്ട് ആരംഭിച്ചു. കോവിഡ് എന്ന മഹാമാരിയുടെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനാൽ ചില നിയന്ത്രണങ്ങൾ സമീപത്തുള്ള ബന്ധുജനങ്ങളും നാട്ടുകാരുമാണ് അമ്മയ്ക്ക് ഈ വർഷം പൊങ്കാല സമർപ്പിച്ചത്. തുടർന്ന് കലശാഭിഷേകം നടന്നു. പൊങ്കാല നിവേദ്യം.
പൂജകളിൽ ഒന്നാണ് ഭഗവതി സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മീ നമോസ്തുതേ നമസ്തേ ഗരുഡാരൂഢേ കോലാസുരഭയങ്കരി സർവപാപഹരേ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ സർവജ്ഞേ സർവ അകന്ന് അകലെയായ അണുകുടുംബങ്ങളെ ഒന്നായി ചേർത്ത് അമ്മയുടെ മുന്നിലെത്തിക്കാൻ ക്ഷേത്ര ട്രസ്റ്റിന് കഴിഞ്ഞിട്ടുണ്ട്. വർഷത്തിൽ ഒന്നിച്ചു കാണാൻ ഉറപ്പുള്ള ഒരു ദിവസമാണ് മേടപ്പുണർന്നം. അന്നിവിടെ ബന്ധുജനങ്ങളുടെയും ഒപ്പം നാട്ടുകാരുടെയും കൂടിച്ചേരലാണ്. അമ്മയുടെ അനുഗ്രഹത്താൽ വീണ്ടും കാണാമെന്ന ഉറപ്പോടെ യാത്ര പറയുന്ന സുദിനം. ഒപ്പം തന്നെ ധാരാളം സേവന പ്രവർത്തനങ്ങളും ക്ഷേത്ര ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ദേവീദേവന്മാർക്ക് ബന്ധുക്കളെന്നോ കുടുംബമെന്നോ നാട്ടുകാരെന്നോ ചെറുതെന്നോ വലുതെന്നോ ഉള്ള പക്ഷഭേദം ഇല്ല. എല്ലാം അവരുടെ മക്കളാണ്. എല്ലാ പേരെയും അവർ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ദേവചൈതന്യം എവിടെയുണ്ടോ അവിടെ എത്തി ദർശന സൗഭാഗ്യം നേടുക എന്നത് ഉചിതമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും വിശേഷ ദിവസങ്ങളിലും മേടമാസത്തിലെ പുണർന്നം നക്ഷത്രത്തിലും ഈ ക്ഷേത്രത്തിൽ വന്ന് ഈ 3 അമ്മമാരുടെയും അനുഗ്രഹം നേടിയെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.